So next we goes to the regulation of respiratory movements. So regulation of respiratory movements, human beings have a significant ability to maintain and moderate the respiratory rhythm to suit the demand of body tissue. ബോഡിക്ക് എത്ര ഓക്സിജൻ വേണോ അതിനനുസരിച്ച് ഒരു റിതമായിട്ട് കോൺട്രാക്റ്റും റിലാക്സും ചെയ്യാം. കോൺട്രാക്ട് റിലാക്സ് ഓഫ് മസിൽസ്, റെസ്പിറേറ്ററി മസിൽസ്. സോ അതനുസരിച്ച് air goes inside and outside. That is we call as rhythmic breathing or rhythmic respiration. This is done by neural system. So a special center is present in the medulla of brain. Medulla is the part of hindbrain. That is called a respiratory rhythm center. It is primarily responsible for the regulation of a respiratory rhythm. So respiratory center is present in where? In the medulla. So here this is the cerebrum. Then ventricles are there, cerebellum is there, then medulla is there, pons. These are the parts of the brain. So the respiratory center is present in the medulla region of a brain. Another center is present in the pons of the brain. That is we call as a pneumotaxic center. This is we call as a pneumotaxic center. So respiratory center is present in the medulla. The pneumotaxic center is present in where? Pons. Both are the parts of hindbrain. The neural signal from this center can reduce the duration of inspiration and thereby alter respiratory rate. So ഇവിടെ നിന്ന് വരുന്ന ഈ നെർവ് സിഗ്നൽ, ഇലക്ട്രിക് സിഗ്നലില് നമ്മുടെ ഡ്യൂറേഷൻ ഓഫ് ഇൻസ്പിറേഷനെയും ആൾട്ടർ ചെയ്യാൻ പറ്റും. ഇത് ഏത് ബേസ് ചെയ്ത് നടക്കുന്ന കേട്ട് കഴിഞ്ഞാൽ എ കീമോ സെൻസിറ്റീവ് ഏരിയ ഈ സിറ്റുവേറ്റഡ് അഡ്ജസ്റ്റന്റ് ടു ദ റെസ്പിറേറ്ററി റിതം സെന്റർ വിച്ച് ഈസ് ഹൈലി സെൻസിറ്റീവ് ടു കാർബൺ ഡൈ ഓക്സൈഡ്. ഇവിടെ ഒരു കെമിക്കൽ ഡിറ്റക്ട് ചെയ്യാൻ തരത്തിലുള്ള ഒരു ഏരിയ ഉണ്ട്. ദറ്റ് ഈസ് വി കോൾ ആസ് കീമോ സെൻസിറ്റീവ് ഏരിയ. ഇത് ആരെല്ലാം ഡിറ്റക്ട് ചെയ്യുമെന്ന് കേട്ട് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡിനെയും ഹൈഡ്രജൻ അയോൺസ് H+ അയോൺസും ഡിറ്റക്ട് ചെയ്യും. ഈ ഡിറ്റക്ഷൻ ബേസ് ചെയ്താണ് ആര് വർക്ക് ചെയ്യുന്നത്? റെസ്പിറേറ്ററി സെന്റേഴ്സ് വർക്ക് ചെയ്യുന്നത്. സോ കീമോ സെൻസിറ്റീവ് ഏരിയ ഈസ് ദെയർ. ദി സെൻസിറ്റീവ് ഏരിയ സെൻസ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് H+ അയോൺസ്. അത് സെൻസ് ചെയ്തതിനു ശേഷം അതിന്റെ സിഗ്നല് എവിടെ അയക്കും? റിതം സെന്ററിലേക്ക് അയക്കും. അങ്ങനെയാണ് റിതം സെന്ററിൽ, റെസ്പിറേറ്ററി റിതം സെന്ററിൽ റെസ്പിറേഷൻ ഫാസ്റ്റ് ആയിട്ട് നടക്കണമോ സ്ലോ ആയിട്ട് നടക്കണമോ ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്നത്. ആൻഡ് ഇൻക്രീസിംഗ് ദീസ് സബ്സ്റ്റൻസ് ആക്ടിവേറ്റ് ദ കീമോ സെൻസിറ്റീവ് ഏരിയ. സോ ഇൻക്രീസിംഗ് ദീസ് സബ്സ്റ്റൻസ് ക്യാൻ ആക്ടിവേറ്റ് ദീസ് സെന്റർ. ഈ സബ്സ്റ്റൻസ് കൂടുതലുണ്ടായിരുന്നാൽ അത് ഈ സെന്റേഴ്സിനെ എന്ത് ചെയ്യും? ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കും. വിച്ച് ഇൻ ടേൺ ക്യാൻ സെൻഡ് സിഗ്നൽസ് ടു ദ റെസ്പിറേറ്ററി റിതം സെന്റർ. സോ ആ ഇമ്പൾസ് എവിടേക്ക് അയക്കും? റെസ്പിറേറ്ററി റിതം സെന്ററിലേക്ക് അയക്കും. ടു മേക്ക് നെസസറി അഡ്ജസ്റ്റ്മെന്റ് ഇൻ ദ റെസ്പിറേറ്ററി പ്രോസസ്. അങ്ങനെ റെസ്പിറേറ്ററി പ്രോസസ്, അതായത് അത് ഫാസ്റ്റ് നടക്കണോ സ്ലോ നടക്കണോ ഇല്ല, ഇതെല്ലാം ഇത് ഡിസൈഡ് ചെയ്യും. ദ റെസപ്റ്റാസ് അസോസിയേറ്റ് വിത്ത് അയോട്ടിക് ആർച്ച്. ഈ റെസപ്റ്റാസ് അയോട്ടിക് ആർച്ച്, കരോട്ടിഡ് ആർട്ടറി. അയോട്ടിക് ആർച്ച് നമുക്കറിയാം അല്ലേ? അയോട്ട ഈസ് ദ ലാർജസ്റ്റ് വെസൽ വിച്ച് ഈസ് കമ്മിങ് ഔട്ട് ഫ്രം ദ ഹാർട്ട് വിച്ച് ഈസ് ബ്രാഞ്ച് ഇൻ ടു ആർച്ച്. Then carotid arteries are the arteries which goes to the head region. This area can also detect the carbon dioxide and H+ ions concentration and send signals to the respiratory rhythm center for necessary action. Increasing rate and deep of breath when their concentration is high. ഇതിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരുന്നു കഴിഞ്ഞാൽ റേറ്റും ഡെപ്ത് ഓഫ് ബ്രീത്തും കൂടും. The role of oxygen in the regulation of respiratory center is quite insignificant. ഓക്സിജന് ഇതിന് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലെന്നാണ് പറയുന്നത് അല്ലേ? അപ്പം കാർബൺ ഡൈ ഓക്സൈഡിനും H+ അയൺസിലാണ് റെസ്പിറേറ്ററി ഏരിയയ്ക്ക്, അതായത് റെസ്പിറേറ്ററി റേറ്റ് കൂട്ടണോ കുറയ്ക്കണോ എന്ന് പറയുന്നത്. അത് ഞാൻ ഒരു സിമ്പിൾ ആയിട്ട് പറയാം. ഇപ്പം ഇത് ഞാൻ ആ പാർട്സ് കുറച്ച് വലുതായിട്ട് വരയ്ക്കുന്നുണ്ട്. ഇത് എന്താണ്? ന്യൂമോടാക്സിക് സെന്റർ, അടുത്ത് റെസ്പിറേറ്ററി സെന്റർ. അപ്പം ന്യൂമോടാക്സിക് സെന്റർ എവിടെയാണുള്ളത്? പോൺസിലാണുള്ളത്. റെസ്പിറേറ്ററി സെന്റർ എവിടെയാണുള്ളത്? മിഡുലയിലാണുള്ളത്. ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ദ മിഡുല ഓഫ് ദ ബ്രെയിൻ. അപ്പം ഇത് റെസ്പിറേറ്ററി സെന്റർ. ഈ റെസ്പിറേറ്ററി സെന്റർ രണ്ടായിട്ട് ഡിവൈഡ് ആയത്. ഇതിൻ്റെ അകത്ത് ഒരു എക്സ്പിറേറ്ററി സെന്ററും ഉണ്ട്, ഇൻസ്പിറേറ്ററി സെന്ററും ഉണ്ട്. ഇനി നമുക്ക് വേണ്ടത് മസിൽസ് ഇല്ലേ, അതായത് ഇന്റർകോസ്റ്റൽ മസിൽസ് ആണ് നമുക്ക് റിബ്സിലുള്ളതെന്ന് അറിയാം അല്ലേ? എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽ, അത് കഴിഞ്ഞിട്ട് ഇന്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽ, അത് കഴിഞ്ഞിട്ട് പ്രീനിക് മസിൽസ് ഓർ അതർവൈസ് നോൺ ആസ് റേഡിയൽ മസിൽ പ്രസന്റ് ഇൻ ദ ഡയഫ്രം. ഇത് രണ്ടും എവിടെയാണുള്ളത്? റിബ്സിലാണുള്ളത്. ഇത് എവിടെയാണുള്ളത്? ഡയഫ്രത്തിലാണുള്ളത്. ഡയഫ്രം. അപ്പം ഇൻസ്പിറേറ്ററി സെന്റർ, അതല്ല ഇൻസ്പിറേറ്ററി സെന്റർ. ഇൻസ്പിറേറ്ററി സെന്ററിന് ഒരു നെർവ് എവിടെ വരുന്നുണ്ട്? എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽ വരുന്നുണ്ട്.
വേറെ ഒരു നെർവ് എവിടെ വരുന്നുണ്ട്? ഫ്രീനിക് മസിൽസിൽ വരുന്നുണ്ട്. ഈ എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ വരുന്നില്ലേ, ഈ നെർവുടെ പേരാണ് ഇന്റർകോസ്റ്റൽ നെർവ്. ഈ നെർവിന്റെ പേരാണ് ഫ്രീനിക് നെർവ്സ്. എക്സ്പിറേറ്ററി സെന്ററിൽ നിന്ന് ഇനി ഒരു നെർവ് എവിടെ വരുന്നുണ്ട്? ഇൻസ്പിറേറ്ററി സെന്ററിൽ വരുന്നുണ്ട്. ഓക്കെ. ഈ നിമോടാക്സിസ് സെന്റർ ഇതിനെ ആക്ടിവേറ്റ് ചെയ്യും, ഇതിനെ ആക്ടിവേറ്റ് ചെയ്യും. ഇപ്പം നമ്മൾ ആ റിസപ്റ്റേഴ്സ് പറഞ്ഞല്ലോ, റിസപ്റ്റേഴ്സ് ബേസ്ഡ് ഓൺ ദ കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് H+ അയോൺസ് ആക്ടിവേറ്റഡ് ആൻഡ് ദേ സെൻഡ് ഇമ്പൾസ് ടു ദ നിമോടാക്സിസ് സെന്റർ. നിമോടാക്സിസ് സെന്ററിൽ കാർബൺ ഡൈ ഓക്സൈഡ് H+ അയോൺസ് നമ്മുടെ ബ്ലഡിൽ കൂടുതലാണെങ്കിൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ടു സ്റ്റിമുലേറ്റ്. ആരെ സ്റ്റിമുലേറ്റ് ചെയ്യും? ഇൻസ്പിറേഷൻ സ്റ്റിമുലേറ്റ് ചെയ്യും. ഇൻസ്പിറേഷൻ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പൊ ഇൻസ്പിറേറ്ററി സെന്ററിൽ എന്ത് ചെയ്യും? സ്റ്റിമുലേഷൻ കൊടുക്കും. ആ സ്റ്റിമുലേഷൻ ഇൻസ്പിറേറ്ററി സെന്റർ ആർക്ക് അയക്കും? എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസിനും അയക്കും, അതേപോലെ ഫ്രീനിക് മസിൽസിനും അയക്കും. അപ്പൊ ഈ രണ്ട് മസിൽ കോൺട്രാക്ട് നമുക്ക് എയർ അകത്ത് വരും അല്ലേ? എയർ നമുക്ക് ലങ്സിന്റെ അകത്ത് കിട്ടും. ഇപ്പൊ എയർ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എയർ ഫില്ലാവുമ്പോൾ എന്ത് ചെയ്യുന്ന കേട്ട് കഴിഞ്ഞാൽ ഈ അൽവിയോല ഉണ്ടല്ലോ, അൽവിയോലയുടെ വാൾസിൽ റിസപ്റ്റേഴ്സ് ഉണ്ട്. അൽവിയോലയുടെ വാൾ റിസപ്റ്റേഴ്സ് ഉണ്ട്. ദാറ്റ് റിസപ്റ്റേഴ്സ് ആർ നോൺ ആസ് സ്ട്രെച്ച് റിസപ്റ്റേഴ്സ്. ഈ സ്ട്രെച്ച് റിസപ്റ്റേഴ്സ് സ്ട്രെച്ച് ആയിട്ട് ദേ സെൻഡ് എ ഇമ്പൾസ് ടു ദ നിമോടാക്സിക് സെന്റർ. എന്ത് അയക്കും? ഇത് മതി, ഇനി കൂടുതലായത് പൊട്ടിപ്പോകും. ത്രൂ വാഗസ് നെർവ് വഴി ഇങ്ങനെ ഇമ്പൾസ് അയക്കും. അപ്പൊ എന്ത് ചെയ്യും? ഇത് സ്റ്റോപ്പ് ഇൻസ്പിറേഷൻ സ്റ്റോപ്പ് பண்ணிட்டு എക്സ്പിറേഷൻ സ്റ്റാർട്ട് பண்ணுം. ഇതേപോലെ മാറ്റി അതായത് എക്സ്പിറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും? H+ അയൺസും കാർബൺ ഡൈ ഓക്സൈഡും കൂടുതലാണെങ്കിൽ ഇൻസ്പിറേഷൻ. ഇങ്ങനെ മാറ്റി എന്ത് ചെയ്യുന്നു? റിതമിക്ക് നമുക്ക് ബ്രീത്തിങ് നടക്കുന്നു. അപ്പൊ ഇത് മനസ്സിലാവുന്നില്ല? നിമോടാക്സിസ് സെന്റർ പോൺസിലുണ്ട്, റെസ്പിറേറ്ററി സെന്റർ അത് എവിടെയുണ്ട്? മിഡിലുണ്ട്. റെസ്പിറേറ്ററി സെന്ററിന്റെ അകത്ത് രണ്ട് ഓഫീസ് ഉണ്ട്. ഒന്ന് എക്സ്പിറേറ്ററി സെന്ററും ഇനി ഒന്ന് ഇൻസ്പിറേറ്ററി സെന്ററും. ഇൻസ്പിറേറ്ററി സെന്റർ രണ്ട് കണക്ഷൻസ് ഉണ്ട്. ഒരു കണക്ഷൻ എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിലിലേക്ക് കണക്ട് ആവുന്നുണ്ട്, ഇനി ഒന്ന് ഡയഫ്രത്തിലെ ഫ്രീനിക് മസിൽ കണക്ട് ആവുന്നുണ്ട്. இந்த രണ്ട് മസിലും കോൺട്രാക്ട് ആവുമ്പം റിബ്സ് കം ഫോർവേഡ്, ഡയഫ്രം വന്നിട്ട് ഗോസ് ഡൗൺ ആൻഡ് സ്ട്രെയിറ്റ്. സോ അകത്തുള്ള സ്പേസ് കൂടും. ഈ സ്പേസ് കൂടുമ്പോൾ അകത്തുള്ള പ്രഷർ കുറയുന്നത് കൊണ്ട് വെളിയിൽ നിന്ന് എയർ ലങ്സിന്റെ അകത്ത് പോകും. ഇൻസ്പിറേഷൻ നടക്കും. ഇൻസ്പിറേഷൻ നടന്ന് മാക്സിമം എയർ ഫില്ല് ആവുമ്പോൾ ആ അൽവിയോലയിലെ വാൾസിലിരിക്കുന്ന സ്ട്രെച്ച് റിസപ്റ്റേഴ്സ് ഡ്യൂ ടു സ്ട്രെച്ചിങ് ദേ സെൻഡ് എ ഇമ്പൾസ് ടു ദ നിമോടാക്സിസ് സെന്റർ ത്രൂ വാഗസ് നെർവ്, സ്റ്റോപ്പ് ഇൻസ്പിറേഷൻ. അപ്പൊ എന്ത് ചെയ്യും? നിമോടാക്സിസ് സെന്റർ ഇവിടെ ഇങ്ങോട്ട് കൊടുക്കുന്ന സ്റ്റിമുലേ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്യും, എക്സ്പിറേറ്റ് സെന്റർ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പൊ എക്സ്പിറേഷൻ വിൽ ബി ടേക്ക് പ്ലേസ്. ഇത് മാറ്റി കൊടുത്തിട്ടായിരിക്കും. അതാണ് നമുക്ക് റിതമിക് ആയിട്ട് ബ്രീത്തിങ് ചെയ്യാൻ പറ്റുന്നത്. ദ എപ്പിത്തീലിയൽ ലൈനിങ് ബ്രോങ്ക്യൂൾസ് ഈസ് pseudostratified columnar epithelium, cenostratified sensory, squamous sensory, cuboidal and columnar epithelium. So epithelium of bronchioles cuboidal and columnar cells ആണ് ഉള്ളത്. Then disorders. Respiratory system എന്തെല്ലാം disorders ഉണ്ട് അല്ലെങ്കിൽ respiratory system ൽ വരുന്ന രോഗങ്ങൾ. First one is asthma. നമുക്കെല്ലാം അറിയാലേ asthma. Asthma is a disorder of difficult in breathing caused due to the inflammation of bronchi. Inflammation means infection. എവിടെയൊക്കെ ഇൻഫെക്ഷൻ നടക്കുന്നുണ്ട്? bronchi and bronchioles ഇൻഫെക്ഷൻ നടക്കുന്നത് കൊണ്ട് നമുക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ശ്വാസം വലിച്ചെടുക്കുന്ന അത് നമുക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് ഫീൽ ചെയ്യും. നമ്മൾ വലിച്ചെടുക്കുന്ന പോലെ നമുക്ക് ഡിഫിക്കൽട്ട് ഫീൽ ചെയ്യും. ദാറ്റ് ഈസ് ആസ്മ. ആസ്മക്കാർ വലിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ, അങ്ങനെ വലിച്ചു അത് ഭയങ്കര പാടുവിട്ട് വലിക്കും അല്ലേ. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ സ്പാം ഓഫ് സ്മൂത്ത് മസിൽ. അത് എന്തുകൊണ്ടാണ്? സ്പാം മീൻസ് ഇൻആക്റ്റീവ്. ആർ ഇൻആക്റ്റീവ് ആണ്? സ്മൂത്ത് മസിൽസ്. നമ്മൾ ഇന്റേണൽ ഓർഗൻസിലുള്ള മസിൽസ് ആണ് സ്മൂത്ത് മസിൽ. ഈ സ്മൂത്ത് മസിൽസ് കോൺട്രാക്ട് റിലാക്സ് ചെയ്യാൻ പറ്റുന്നില്ല. എവിടുത്തെ? വാൾസ് ഓഫ് ബ്രോങ്കി ആൻഡ് ബ്രോങ്ക്യൂൾസ്. അപ്പോൾ അത് എന്ത് ചെയ്യുന്നില്ല? കറക്റ്റ് ഫങ്ഷൻ ആകുന്നില്ല. ഇതിന്റെ സിംറ്റംസ് നമുക്ക് കഫിങ് നമുക്ക് അറിയാം. ഡിഫിക്കൽട്ട് ഇൻ ബ്രീത്തിങ് ആൻഡ് വീസിങ് അല്ലേ. നമുക്ക് കഫിങ് എന്ന് പറയുന്നത് എന്താണ്? ചുമ വരുന്നുണ്ട്, നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട്. വീസിങ് മീൻസ് സൗണ്ട് വരും അല്ലേ, നമ്മൾ വലിക്കുന്ന സൗണ്ട് വരും. In the case of asthma, allergy causes the release of histamine and other inflammatory substances which cause the construction of bronchi. എന്തുകൊണ്ട് നമുക്ക് ആസ്മ വരുന്നുണ്ട്? ആസ്മ വരാൻ മെയിൻ ആയിട്ട് കാരണം എന്തെന്ന് കഴിഞ്ഞാൽ അലർജി ഈസ് ദ മെയിൻ കാസ് അല്ലേ. അലർജി ഉണ്ടല്ലോ. ഈ അലർജി ഈസ് കാസ് ബൈ അലർജൻസ് നമുക്കറിയാം. അത് ഡസ്റ്റ് പാർട്ടിക്കിൾസ്, പോളൻ ഗ്രെയിൻസ്, അങ്ങനെ ഒരുപാടുണ്ടല്ലേ. ചിലവർക്ക് ഇത് ക്ലൈമറ്റ് കണ്ടീഷൻ ഇതിന് അലർജി വരും. ഈ അലർജി കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഹിസ്റ്റമീൻ മറ്റു ഇൻഫ്ലമേറ്ററി കെമിക്കൽ സബ്സ്റ്റൻസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കൺസ്ട്രക്ട് ഓഫ് ബ്രോങ്കെ എന്ത് ചെയ്യുന്നുണ്ട്? ചുരുങ്ങി പോകുന്നുണ്ട്. ഈ ബ്രോങ്കെ ചുരുങ്ങുമ്പം ബ്രോങ്കെ എന്ന് പറയുന്നത് നമുക്കൊരു അറിയാം അല്ലേ, പൈപ്പാണ് അല്ലേ. നമുക്കറിയാം
ട്രക്കിയ എന്ന് പറയുന്ന വലിയ പൈപ്പ് ഉണ്ട്. ആ വലിയ പൈപ്പ് രണ്ടായിട്ട് ഡിവൈഡ് ആവുന്നതാണ് ബ്രോങ്കൈ അല്ലേ. ഈ ബ്രോങ്കൈ എന്ന പൈപ്പ് ചുരുങ്ങിപ്പോകുമ്പോൾ അകത്തുള്ള സ്പേസ് കുറയും. ചുരുങ്ങിപ്പോകുന്ന പറഞ്ഞാൽ ഇത് കൺസ്ട്രിക്ട് ആവും, ഇല്ലെങ്കിൽ ഇതിൽ നിറയെ മ്യൂക്കസ് ഇങ്ങനെ സെക്രീറ്റ് ആവും. അപ്പം ഈ അകത്തുള്ള സ്പേസ് കുറയും. അപ്പം നമുക്ക് എയർ അകത്ത് പോകാൻ പാടുപെടും. അതുകൊണ്ടാണ് നമുക്ക് എന്ത് വരുന്നത്, ആസ്മ വരുന്നത്. ഈ ആസ്മ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇൻഹേലർ യൂസ് ചെയ്യുമ്പം ഈ കൺസ്ട്രക്ഷൻസ് വന്ന് റിലാക്സ് ആവും, അല്ലെങ്കിൽ മ്യൂക്കസ് റിമൂവ് ആവും, നമുക്ക് എയർ എടുക്കാൻ പറ്റും. ഇനി വന്നിട്ട് എംബസീമിയ. എംബസീമിയ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എൻലാർജ്മെന്റ് ഓഫ് അൽവിയോലർ വാൾ. അൽവിയോലർ വാളിലാണ് എക്സ്ചേഞ്ച് നടക്കുന്നത്. അപ്പൊ അൽവിയോലർ വാൾ ഡാമേജ് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ചേഞ്ച് കറക്റ്റ് നടക്കൂല, എക്സ്ചേഞ്ച് ഏരിയ കുറയും. ദാറ്റ് ഈസ് ഈക്വൽ ടു എംബസീമിയ. എംബസീമിയ സിമ്പിളാ പറഞ്ഞു കഴിഞ്ഞാൽ എൻലാർജ്മെന്റ് ഓഫ് അൽവിയോലർ വാൾ. ലങ്സ് ഷോസ് ലാർജർ ബട്ട് ഫീവർ അൽവിയോലർ ആൻഡ് മോർ ഫൈബ്രസ് ആൻഡ് ലെസ് ഡിലാക്ട്. ലങ്സിൽ ഒരുപാട് അൽവിയോല ഉണ്ടല്ലേ, നമുക്കറിയാം മില്യൺസ് ഓഫ് അൽവിയോല ഉണ്ട്. അതെന്തായി മാറും, ഫൈബ്രസ് ആയിട്ട് മാറും. ഇലാസ്റ്റിക് കപ്പാസിറ്റി പോകും ഇല്ല. ബലൂണിൽ നിന്ന് ഇലാസ്റ്റിക് കപ്പാസിറ്റി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഊതുമ്പം അത് വലുതാവുകയും അതിൽ എയർ വെളിയിൽ പോകുമ്പോൾ അത് ചെറുതാവുകയും ചെയ്യണം. ഇലാസ്റ്റിക് കപ്പാസിറ്റി ഇല്ലെങ്കിൽ അത് ഒരേ സ്റ്റേജിൽ ഇരിക്കും അല്ലേ. അങ്ങനെ ഇലാസ്റ്റിക് കപ്പാസിറ്റി ഇല്ലാതിരിക്കുന്നതാണ് ഫൈബ്രസ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പം ഈ എംബസീമിയ വരുന്നത് കൊണ്ട് അൽവിയോല എന്താവും, ഫൈബ്രസ് സ്റ്റേറ്റ് ആവും. അപ്പൊ നമുക്ക് എയർ അകത്ത് വന്ന് വെളിയിൽ പോകുന്നത് കറക്റ്റ് ആവില്ല. അത് മാത്രമല്ല എക്സ്ചേഞ്ച് ഏരിയയും ഡിക്രീസ് ആവും. വൺ ഓഫ് ദ മേജർ കാസ് ഇത് വരാൻ മെയിൻ ആയിട്ടുള്ള കാരണം എന്താണ്, സ്മോക്കിംഗ്. എന്ത് സ്മോക്കിംഗ്, ടൊബാക്കോ സ്മോക്കിംഗ്. ടൊബാക്കോ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്നില്ല, അപ്പൊ നമുക്ക് വരൂലല്ലോ എന്ന് വിചാരിക്കും ഇല്ലേ. അങ്ങനെയല്ല, സിഗരറ്റ് വലിക്കുന്നവരടുത്ത് നിന്ന് നമ്മൾ അത് ശ്വസിച്ചാലും നമുക്ക് എന്ത് ചെയ്യും, ഇത് വരാൻ സാധ്യതയുണ്ട്. ദെൻ ബ്രോങ്കൈറ്റിസ് മീൻസ് ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ. ബ്രോങ്കൈൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ബ്രോങ്കൈറ്റിസ് റിസൾട്ടിങ് ഇൻ സ്വെല്ലിംഗ് ഓഫ് മ്യൂക്കസ് ലൈനിങ് ഓഫ് ബ്രോങ്കൈ. ബ്രോങ്കൈയുടെ അകത്ത് മ്യൂക്കസ് ലൈൻ ഉണ്ട്, അത് എന്ത് ചെയ്യും, സ്വെൽ മീൻസ് വീർക്കുമ്പോൾ അകത്തുള്ള സ്പേസ് കുറയും. ഇൻക്രീസ് മ്യൂക്കസ് പ്രൊഡക്ഷൻ, ഡിക്രീസ് ഡയമീറ്റർ ഓഫ് ബ്രോങ്കൈ. മ്യൂക്കസ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുകയോ അത് വീങ്ങുകയോ ചെയ്ത് കഴിഞ്ഞാൽ അകത്തുള്ള ഡയമീറ്റർ കുറയും. അപ്പം നമുക്ക് ശ്വാസം എടുക്കാൻ പാടായിരിക്കും. സിംറ്റംസ്, ക്രോണിക് കഫിംഗ്, നമുക്ക് കഫിംഗ് വരും. വിത്ത് തിക്ക് മ്യൂക്കസ് ആൻഡ് സ്പൂട്ടം, നമുക്ക് സ്പൂട്ടവും അതിൻ്റെ കൂടെ ചേർന്ന്, അതായത് പ്ലീഗം പറയും അല്ലേ, മ്യൂക്കസ് നമുക്ക് അതിൻ്റെ കൂടെ വെളിയിൽ വരും. ദെൻ നിമോണിയ ഈസ് ദ ഇൻഫർമേഷൻ കാസ്ഡ് ബൈ ദ ബാക്ടീരിയ. ഇത് എവിടെ അഫക്റ്റ് ആവും, ലങ്സിന് അഫക്റ്റ് ആവും. നമ്മൾ ഇതുവരെയും എന്ത് പഠിച്ചു, ബ്രോങ്കൈ ഇല്ലേ. ഇപ്പൊ നമ്മൾ എന്ത് പഠിക്കുന്നു, ലങ്സിൽ അഫക്റ്റ് ആവുന്ന ദാറ്റ് ഈസ് നിമോണിയ. ഇത് കാസ് ചെയ്യുന്ന ഒരു ബാക്ടീരിയ പേരുണ്ട് സ്ട്രെപ്റ്റോകോക്കസ് നിമോണിയ ബാക്ടീരിയ. നിമോണിയ ബാക്ടീരിയ ആണ് കാസ് ചെയ്യുന്ന. ബാക്ടീരിയ മാത്രമല്ല കാസ് ചെയ്യുന്നത്, നമുക്ക് വൈറസ് കൊണ്ട് നിമോണിയ വരും, ഫംഗസ് കൊണ്ട് നിമോണിയ വരും, പ്രോട്ടോസോവനാൽ നിമോണിയ വരും, മൈക്കോപ്ലാസ്മ ഈസ് എ ഓർഗാനിസം ബിറ്റ്വീൻ ദ വൈറസ് ആൻഡ് ബാക്ടീരിയ. ഇപ്പൊ നമുക്ക് നിമോണിയ വന്നു കഴിഞ്ഞാൽ എവിടെ അഫക്ട് ചെയ്യും, ലങ്സിന് അഫക്ട് ചെയ്യും. അക്യുമുലേഷൻ ഓഫ് മ്യൂക്കസ് ഇൻ അൽവിയോലൈ. അപ്പം മ്യൂക്കസ് എവിടെയാണ് അക്യുമുലേറ്റ് ചെയ്യാവുന്നത്, അൽവിയോലൈ. ഇംപെയർ ഓഫ് എക്സ്ചേഞ്ച്, അൽവിയോലയുടെ അകത്ത് മ്യൂക്കസ് സെക്രീറ്റ് ആയി കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ഗ്യാസ് പോയി എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ട്രീറ്റ് ചെയ്യൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, മരിച്ചു പോകാൻ വരെ സാധ്യതയുണ്ട്. ദെൻ എംഫസീമിയ, ക്രോണിക് ബ്രോങ്കൈറ്റിസ് ആൻഡ് ആസ്മ കം അണ്ടർ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. ഇതെല്ലാം കൂടി ചേർന്ന് എന്ത് വരുന്നുണ്ട്, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്ന പേരിൽ വരുന്നു. ഇതെല്ലാം നമുക്ക് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ട്യൂബർക്ലോസിസ് ഇല്ലേ. Tuberculosis is caused by Mycobacteria tuberculosis. It is also in the case of lungs. ലങ്സിന് ഇൻഫ്ലമേഷൻ വരുന്നുണ്ട്. ഇതിന്റെ മെയിൻ കോംപ്ലിക്കേഷൻ എന്താണെന്ന് കഴിഞ്ഞാൽ പ്ലൂറൽ ഫ്ലൂയിഡ് വെളിയിൽ വരും. Pleural effusion is the main complication of tuberculosis. Tuberculosis means TB. It is caused by a bacteria known as Mycobacter tuberculosis. Is a bacteria which causes tuberculosis. ഇതെല്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് നോസിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ട് ഇല്ല, അതായത് ഡ്യൂ ടു ഇഞ്ചുറി ഓർ ഇൻഫെക്ഷൻ ആയാലും നോസിൽ നിന്ന് ബ്ലഡ് വരാൻ സാധ്യതയുണ്ട്. ദെൻ ഓക്കുപേഷണൽ ഡിസോർഡർ, നമ്മൾ ജോലി ചെയ്യുന്ന ഇടത്തിൽ ഉണ്ടാകുന്ന പൊല്യൂഷൻ കൊണ്ട് നമുക്ക് വരുന്ന ഡിസോർഡേഴ്സ് ആണ് ഓക്കുപേഷണൽ ഡിസോർഡേഴ്സ്. അതായത് നമ്മൾ ചില ഇൻഡസ്ട്രീസിലെല്ലാം ഒരുപാട് കാലം ജോലി ചെയ്യണമെങ്കിൽ അവിടുത്തെ ആ എയറിൽ നിന്ന് ഉണ്ടാകുന്ന മാലിന്യങ്ങൾ നമ്മുടെ ലങ്സിൽ അടിഞ്ഞുകൂടി നമുക്ക് ചില രോഗങ്ങൾ വരാം. അതായത് നമ്മൾ സ്റ്റോൺ ബ്രേക്കിംഗ്, ഗ്രൈൻഡിങ് ഇൻഡസ്ട്രീസിലെല്ലാം ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവിടെയെല്ലാം ഒരുപാട് പൊടി പടലങ്ങൾ ഉണ്ടാവും ഇല്ലേ. ഈ പൊടി പടലങ്ങൾ നമ്മൾ ശ്വസിക്കുന്ന വഴി നമ്മൾ ശ്വാസകോശത്തിന്റെ അകത്ത് പോയി അടിയും. ദ ലോങ് ടൈം എക്സ്പോസർ ഓഫ് ബോഡി ടു സച്ച് സബ്സ്റ്റൻസ് ക്യാൻ ഗിവ് റൈസ് ടു ഇൻഫ്ലമേഷൻ ഓഫ് റെസ്പിറേറ്ററി പാസേജ്. നമ്മൾ കുറെ കാലം അവിടെ ജോലി ചെയ്യണമെങ്കിൽ നമ്മളെ റെസ്പിറേറ്ററി പാസേജ് ലങ്സിലെല്ലാം എന്ത് വരും, ഇൻഫ്ലമേഷൻ വരും. എക്സാമ്പിൾ ആസ്പെറ്റോസ്. ഇറ്റ് occur due to the chronic exposure of asbestos dust. നമ്മൾ ആസ്പെറ്റോസ് ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ആ ഡസ്റ്റ് നമ്മൾ ഇൻഹേൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത് ഇൻഹേൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആസ്പെറ്റോസ് എന്ന രോഗം വരും.
അതേപോലെ നമ്മൾ മൈനിങ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ക്വാറിയിൽ നമ്മൾ പാറയൊക്കെ ഉടയ്ക്കണില്ലേ, അവിടെയൊക്കെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ സിലിക്ക ഡസ്റ്റ് അകത്ത് പോയി നമുക്ക് സിലിക്കോസിസ് എന്ന പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. സിഡറോസിസ് ഇറ്റ് ഈസ് ഒക്കർ ഡ്യൂ ടു ഡിപ്പോസിറ്റ് ഓഫ് അയൺ പാർട്ടിക്കിൾസ് ഇൻ ടിഷ്യൂസ്. ടിഷ്യൂസിൽ അയൺ പാർട്ടിക്കിൾസ് ഡിപ്പോസിറ്റ് ആവുന്നത് കൊണ്ടുണ്ടാവുന്നതാണ് സിഡറോസിസ്. ഇറ്റ് ക്യാൻ കാസ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സിഡറോസിസ് സച്ച് ആസ് pneumococccus, hyperferemia, hemosideria, which cause recurrent alveolar damage. Cirrhosis due to inhalation of iron particle. ഇത് നമ്മൾ അയൺ പാർട്ടിക്കിൾ അകത്ത് ഇൻഹേൽ ചെയ്യുന്നത് കൊണ്ടും അത് പോയി ഡിപ്പോസിറ്റ് ചെയ്യുന്നത് കൊണ്ടും വരുന്ന രോഗമാണ് സിറോസിസ്. Then black lung disease. In lung disease, they develop from inhale of coal dust. അതായത് കൽക്കരി ഉണ്ടല്ലോ, കൽക്കരിയുടെ ഡസ്റ്റ് നമ്മൾ ഇൻഹേൽ ചെയ്യുന്ന കോൾ മൈനിങ്ങിൽ ജോലി ചെയ്യുന്നവര് അതിന്റെ ഡസ്റ്റ് പാർട്ടിക്കിൾ ഇൻഹേൽ ചെയ്യുമ്പോൾ അത് ലങ്സിൽ പോയി അടിഞ്ഞുകൂടി നമുക്ക് ബ്ലാക്ക് ലങ് ഡിസീസ് വരും. ലങ്സ് ആർ നോട്ട് അഫക്റ്റഡ് ബൈ ഡിസീസ്. താഴെ കൊടുത്തേക്കുന്നതിൽ ലങ്സിന് അഫക്റ്റ് ആവാത്ത ഡിസീസ് ഏതാണ്? നമുക്കറിയാം അല്ലെ, ന്യൂമോണിയ അഫക്റ്റ് ആവും അല്ലെ, ബ്രോങ്കൈറ്റിസ് അഫക്റ്റ് ആവും, പോളിയോ അഫക്റ്റ് ആവൂല, ആസ്മ നമുക്ക് ലങ് അഫക്റ്റ് ആവും. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ ഏതാണ്? പോളിയോ.